ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കി NDA രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം 2020 കുറേ സീറ്റുകൾ കൊടുത്തതോടെ വലിയ മാറ്റം ഈ ഇതിൽ വന്നുകൊണ്ട് മൊത്തത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വന്നിരിക്കുക. കാരണം പത്തനംതിട്ടയിലെ റാന്നിയിൽ 2020 കൊടുത്തു. അത് BDJSന്റെ സീറ്റായിരുന്നു. പകരം ഏറ്റവും വലിയ സർപ്രൈസ് ആകാൻ പോകുന്ന ആറന്മുള BDJS മത്സരിക്കാൻ പോവാം. BJPയുടെ A ക്ലാസ് മണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത്. അവിടത്തേക്ക് BDJS ഓൾറെഡി അവരുടെ ക്ലെയിം ഉന്നയിച്ചിരുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഈഴവ സമുദായത്തിന് ഏറ്റവും വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് ആറന്മുള. അപ്പം അവിടെ പത്തനംതിട്ട SNDP യൂണിയൻ പ്രസിഡന്റും BDJSന്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായിട്ടുള്ള K. പത്മകുമാർ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നാണ് സൂചന. അപ്പം ഈ ആറന്മുളയിലേക്ക് ഒരുപാട് പേര് നോട്ടമിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു BJPയുടെ. ഒന്ന് MT രമേശിൻ്റെ പേരാണ് പറഞ്ഞു കേട്ടത്, മറ്റൊന്ന് കുമ്മനം രാജശേഖരൻ്റെ പേരായിരുന്നു. പിന്നെ BJPയുമായിട്ട് അടുത്ത് നിൽക്കുന്ന അജയകുമാർ വല്ലുരത്തിൽ എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായിയുണ്ട്. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് കോൺക്ലേവും ഒക്കെ സംഘടിപ്പിച്ച് സീറ്റ് കിട്ടുമെന്നുള്ള നിലയിൽ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഈ സീറ്റിന് 2020 വന്നതോടുകൂടി അതുവരെ ഈ NDAയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന് പറയുന്നത് BDJS. പക്ഷേ BDJSന്റെ പഞ്ചായത്ത് അംഗം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഈ 2020 പോലെയുള്ള വളരെ ഒരുപാട് സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ള അവർക്ക് ഒരുപാട് ഈ ലോക്കൽ ബോഡി ഇലക്ഷനത്തിന് ഒരുപാട് നേട്ടങ്ങൾ പോയത് ഒരു പാർട്ടി വരുമ്പോൾ അവർക്കൊരു മുൻഗണന കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ, കൊടുക്കണമല്ലോ. പിന്നെ BJPയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് തന്ത്രമുണ്ട്. അതിനുവേണ്ടിയാണ് അവർ 2020 കൂട്ടുപിടിച്ചത്. ഒരുപാടുപെട്ട ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് നേരിട്ട് BJPയിലേക്ക് വരാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതെ, പ്രവർത്തിച്ച ആൾ. പിന്നെ കുറച്ച് പേരെയൊക്കെ ഈ മറ്റു രീതിയിലുള്ള ഒരു ഭീഷണിയൊക്കെ പെടുത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് സത്യമായ കാര്യമാണ്. ഈ ED റെയ്ഡിൻ്റെ ഭീഷണിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ അഖിൽമാരാരെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഡയറക്റ്റ് BJPയിലോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം BJP നേരത്തെ തെറി പറഞ്ഞ് പോച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇവരൊരു സംഭവം ഉണ്ടാക്കി വെക്കുന്നു. അതായത് നമുക്കറിയാലോ, മിക്ക വലിയ അന്താരാഷ്ട്ര കമ്പനികൾക്കും ഒരു ഉഡായിപ്പ് കമ്പനി സബ്ബായിട്ട് കാണും. അതിന് ഒരു പേര് പറയാം, പേര് ഞാൻ വിട്ടുപോയി. ആ ഉഡായിപ്പ് കമ്പനിയിൽ വഴിയായിരിക്കും ഇവരുടെ ഉഡായിപ്പ് ഡീലിങ്സുകൾ പേപ്പർ കമ്പനികൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞതുപോലാണ്. ഇപ്പം BJPയിലോട്ട് നേരിട്ട് വരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളെന്നാൽ വേറൊരാളെ തരാം, അങ്ങോട്ട് കയറിക്കോ. അപ്പോൾ അതാകുമ്പോൾ വലിയ ദോഷം പറയത്തില്ല. ഞാൻ വർഗീയത പാർട്ടിയാണെന്ന് പറയും. ആം ആദ്മി പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ 2020 ശരിക്കും ഒരു ആം ആദ്മിയുടെ ഇതാണ് നമ്മുടെ കേരള പതിപ്പാണ് ഉള്ളത്. അപ്പോൾ അത് നേരെ 2020 കൊണ്ടുപോകും. അങ്ങനെയാണ് ഇപ്പം ഇവർ വന്നിരിക്കുന്നത്. ഇദ്ദേഹം വന്നു, അഖിൽമാരാർ വന്നതും. ഇപ്പം DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന പത്തനംതിട്ടയിലെ ബാബു ദിവാരം വന്ന് കുന്നത്തുനാട്ടി സ്ഥാനാർത്ഥിയാകുന്നത്. അദ്ദേഹം 2020 സ്ഥാനാർത്ഥിയാണ്. കുന്നത്തുനാട്ടി വന്നിരിക്കുന്നത് BJP അല്ല. അതുപോലെ ഈ ഇപ്പം തൊടിയൂർ രാമചന്ദ്രനൊക്കെ നേരെ അത് BJPയിലോട്ട് തന്നെ പോയിരിക്കും. മറ്റേത് 2020 പോയിരിക്കുന്നത്. അപ്പം റാന്നി 2020 കൊടുത്തിരിക്കുന്നു. അപ്പോൾ പകരം BDJSന് ആറന്മുള കൊടുക്കുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? പത്തനംതിട്ടയിലെ 2 സീറ്റ് BDJS ഉണ്ടായിരുന്നു, ഒന്നായിട്ട് ചുരുങ്ങി. അതുപോലെ ചെങ്ങന്നൂർ നമ്മളെല്ലാം കരുതി സന്ദീപ് വചസ്പതി തന്നെ ആകും എന്നാണ് നമ്മളെല്ലാം കരുതിയത്. ചെങ്ങന്നൂരിൻ്റെ കാര്യത്തിൽ വലിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് CPMുമായിട്ട് BJP നടത്തിയിട്ടുണ്ട്. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഇത് കഴിഞ്ഞ ദിവസം G. സുധാകരൻ പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. 5 പഞ്ചായത്തുകൾ, മൊത്തം 8 പഞ്ചായത്തുകളാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിലുള്ള 5 പഞ്ചായത്തുകൾ ഇദ്ദേഹം വിട്ടുകൊടുത്തു എന്നാണ്. സജി ചെറിയാനും BJPയും കൂടെ ചേർന്ന് 5 പഞ്ചായത്തുകൾ വിട്ടുകൊടുത്തു, BJPക്ക് ഭരിക്കാൻ കൊടുത്തു. പകരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജി ചെറിയാനെ BJP സഹായിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സന്ദീപ് വചസ്പതി സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഉറപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് പഴയ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള MV ഗോപകുമാറാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ 600 വോട്ടിന് തോറ്റയാളാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. നേരത്തെ തന്നെ ഗോപകുമാറിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. CPMും സജി ചെറിയാനുമായിട്ട് അടുപ്പമാണെന്നും പറഞ്ഞ് അന്തർധാരയുണ്ടെന്ന് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ഒരു BJPയുടെ ഒരു പ്രവർത്തകൻ വീഡിയോ ഇറക്കിയിരുന്നു ഇവർ തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച്. ഇങ്ങനത്തെ അന്തർധാരകൾ എനിക്ക് തോന്നുന്നു ഇത്തവണ സംസ്ഥാനം ഒട്ടാകെ ഉണ്ടാക്കിയിട്ടുണ്ട്. BJP CPM ഒരു അന്തർധാര അത് എല്ലാ സംസ്ഥാനത്തിലും ഉണ്ടാകും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി കോൺഗ്രസ് ഒരു സംസ്ഥാനം ഭരിക്കുന്നതിനേക്കാൾ CPM ഭരിച്ചോട്ടെന്ന് അവർ വിചാരിക്കും. അവർക്ക് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് ചാടിക്കണം എന്നുള്ള ലക്ഷ്യമുള്ളൂ. ഇത്തവണ കൂടെ ഇവിടെ കോൺഗ്രസ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു, കോൺഗ്രസിൻ്റെ കാറ്റ് പോയി.
അത് ലീഗും കളഞ്ഞിട്ട് പോകും. കോൺഗ്രസ് കാറ്റ് പോകും. അതോടുകൂടി നേരെ കോൺഗ്രസിൽ നിന്ന് ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകും. അതിനുള്ള തന്ത്രമാണ് ഈ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കുടില തന്ത്രങ്ങളാണ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ചെങ്ങന്നൂർ വലിയ വിഷയമായി. ചെങ്ങന്നൂരിൽ വലിയ വിഭാഗം MV ഗോപകുമാറിനെതിരെ രംഗത്ത് വന്നു. ഈ വചസ്പതിയെ കൊണ്ട് ഹരിപ്പാടിട്ടതിനെതിരെ നീക്കം വന്നു. വചസ്പതി അടക്കം അസംതൃപ്തരാണ്. മുമ്പൊരിക്കൽ വി രാജേഷിനെ ആദ്യം ഹരിപ്പാട് പ്രഖ്യാപിച്ചിട്ട് പിന്നീട് മാറ്റി നെടുമങ്ങാട് കൊണ്ടുവന്നു. ഇത് ചെങ്ങന്നൂർ ഇന്നലെ ലൂസ് ടോക്ക് നമ്മൾ എടുക്കുന്ന സമയം വരെ ശ്രീധരൻപിള്ള സാറിൻ്റെ പേരാണ് കേട്ടത്. നമ്മൾ അതാണ് ചർച്ച ചെയ്തത്. അപ്പം നമുക്കറിയാം, ഇപ്പം ശ്രീധരൻപിള്ള സാർ വന്നിട്ട് വചസ്പതിയെ മാറ്റിയാൽ അവർ അംഗീകരിക്കും. അവിടെയുള്ള പാർട്ടിക്കാർ അംഗീകരിക്കും. കാരണം വളരെ സീനിയർ മോസ്റ്റ് ആണ്. അത് മാത്രമല്ല BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും നല്ല അറിവുള്ള മനുഷ്യനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നല്ല നിലയും വിലയുമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്രയും മുതിർന്ന ഒരു നേതാവിനെ കൊണ്ടുവരുമ്പോൾ വചസ്പതി അങ്ങോട്ട് മാറി നിന്നാൻ പറഞ്ഞാൽ അത് എതിർപ്പില്ല. പക്ഷേ MV ഗോപകുമാറിന് പകരം വചസ്പതിയെ മാറ്റി എന്ന് പറയുമ്പോൾ വചസ്പതിക്ക് വരെ MV ഗോപകുമാർ വരുന്നു. അവിടെയാണ് ഇപ്പം പ്രശ്നമായിരിക്കുന്നത്. ആ ഒരു വിഷയം അവിടെ നടക്കുന്നു. അതിനൊപ്പം തന്നെ ഇനിയിപ്പം ഈ ആറന്മുള മണ്ഡലം BDJS വിട്ടുകൊടുത്താൽ വലിയ വിഷയമുണ്ടാകും, വലിയ എതിർപ്പ് വരും. കാരണം അവിടെ ഷാജി ആർ നായർ എന്ന് പറയുന്ന കർഷക മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം, സ്പൈസസ് ബോർഡിന്റെ അതെ, അത് ഷാജി രാഘവ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നേരത്തെ അദ്ദേഹം ഷാജി ആർ നായരായിരുന്നു. അപ്പോൾ അദ്ദേഹം അടക്കം ആ സീറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ആൾക്കാരാണ്. അതൊരു വലിയ വിഷയം. ഇപ്പം കാഞ്ഞിരപ്പള്ളി വിഷയം വന്നിട്ടുണ്ട്. ജോർജ് കുര്യൻ, നോബിൾ മാത്യു അദ്ദേഹം അവിടെ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ആളാണ്. അപ്പം നോബിൾ മാത്യു ഇന്നലെ തന്നെ രംഗത്ത് വന്നു. ഇന്നലെ തന്നെ അയാളെ BJP പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അയാൾ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകും. കാരണം അദ്ദേഹം പറഞ്ഞ കാഞ്ഞിരപ്പള്ളിയിൽ 20,000 വോട്ട് പോലും ജോർജ് കുര്യന് കിട്ടില്ലെന്നാണ്. ഞാൻ ആദ്യം കേട്ടിരുന്നത് തൊടുപുഴ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് നോബിൾ മാത്യു. അതല്ല, കാഞ്ഞിരപ്പള്ളി തന്നെയാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ച പിന്നീട് മനസ്സിലായത്. അതെ. അപ്പോൾ ഈ നോബിൾ മാത്യു ഇപ്പം വേറെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസാണ്. പാലായിൽ ഷോൺ ജോർജ്, അപ്പുറത്തെ പൂഞ്ഞാർ PC ജോർജ്, പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ. അങ്ങനെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റുകൾ ധാരാളമായിട്ട്. പിന്നെ പോട്ടെ, സാബു ജേക്കബ് അടക്കമുള്ള ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ BJPക്ക് ഘടകകക്ഷിയായിട്ട് വരുന്നില്ല. അപ്പോൾ BJPയുടെ ആ ഒരു ന്യൂനപക്ഷ അയിത്തം, ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ലാത്ത പാർട്ടിയാണ് BJP എന്നുള്ള BJPക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു ചാപ്പ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗ്രാജ്വലി അവർ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കൂടെ CPM-നെ അധികാരത്തിലേറ്റിക്കൊണ്ട് അടുത്ത തവണ ഭരണം പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അത്രയേ ഉള്ളൂ. കാരണം ഇപ്പോൾ അവരാകെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുറച്ച് മണ്ഡലങ്ങളിലേ ഉള്ളൂ. നേമം, മഞ്ചേശ്വരം, നിലവിൽ ഈ 2 എണ്ണമാണ് പ്രധാന. പാലക്കാട് 3, പിന്നെ കിട്ടിയെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് കഴക്കൂട്ടം. പിന്നെ ഇവിടെ വട്ടിയൂർക്കാവല്ലേ ഉള്ളൂ. തിരുവനന്തപുരം സെൻട്രൽ ആരാണെന്നുള്ള ആരും ഇന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. കൃഷ്ണകുമാറിന് കിട്ടത്തില്ല അല്ലേ? കൃഷ്ണകുമാർ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഒന്നും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകുമായിരിക്കാം. 2ാം ഘട്ടം സ്ഥാനാർത്ഥി ആന്റണി രാജു വരാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. കോടതിയുടെ ഉത്തരവ് വരണം. അപ്പം ഇന്നെങ്ങനെയായാലും വരും. അത് അയോഗ്യത ശരിവെച്ചാൽ പുള്ളിയുടെ കാറ്റ് പോയി കഴിഞ്ഞു. അതെ, അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാം. എന്തായാലും നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 3 മുന്നണിയിലും നല്ലപോലെ വിഷയങ്ങളുണ്ട്. 3 പേരും പ്രശ്നത്തിലാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. 3 കൂട്ടരും സർപ്രൈസ് സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ ഈ അതിനിടയ്ക്ക് അതിനേക്കാൾ വലുതായിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. പാളയത്തിൽ പട എല്ലായിടത്തും കൃത്യമായിട്ട് വ്യാപകമായ തോതിൽ കാലുവാരിലിടയാക്കുമോ എന്നും അത് നമ്മളെ 3 മുന്നണികളെയും ഇതൊക്കെ തന്നെ ബാധിക്കാനുള്ള സാധ്യത നൽകാൻ കഴിയില്ല. ഇപ്പോഴും എനിക്കൊന്ന് BJPയും ഘടകകക്ഷികളും സീരിയസ് അപ്രോച്ച് ഇല്ലെന്നാണ് എനിക്ക് അല്ലേ? ഒരു സീരിയസ് അപ്രോച്ച് എല്ലാ മണ്ഡലങ്ങളിലും ഒന്നും നമ്മൾ കാണുന്നില്ല. ചില മണ്ഡലങ്ങളിൽ മാത്രമാണ്. പഞ്ചായത്ത് ഇലക്ഷന് പോലും ഒരുപാട് NDAയുടെ ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളില്ലായിരുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ കുഴപ്പം പറ്റിയില്ല. ഗുരുവായൂരൊക്കെ അയോഗ്യത കൽപ്പിക്കും. മറ്റേ ഒപ്പിടാതെ നോമിനേഷൻ കൊടുത്ത വിഷയമായി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റാതെ പോയ 2-3 സീറ്റ് മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അവസാനം കേരള കോൺഗ്രസ് മാണിയുടെ ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പം എല്ലാ മണ്ഡലങ്ങളിലും ആളെ നിർത്തുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എന്നുള്ളതാണ് പ്രശ്നം. അത് എവിടെ നാളെ കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ വളരെ പ്രസക്തമായ കാര്യം. ഇനിയിപ്പോൾ ഒരു മുസ്ലിം ലീഗ് പോലെ മുസ്ലിം സമുദായമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയെ കൂടെ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ അതുകൂടാവും. അവിടെ കുറച്ച് സ്ഥാനാർത്ഥികളാവും. അങ്ങനെ ഒരു കാര്യമുണ്ട്.
സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക, എല്ലാ സീറ്റും ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുക. ഇതിപ്പം ഇത്തവണ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ആര് നയിക്കും എന്നുള്ളൊരു വിഷയം കൂടെ അതാണ് ഏറ്റവും വലിയ ചോദ്യം. ആര് നയിക്കും തെരഞ്ഞെടുപ്പ്? NDAക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ആര് നയിക്കും എന്നുള്ളൊരു ചോദ്യം. നയിക്കേണ്ടതായിട്ടുള്ള നേതാക്കന്മാർ സ്ഥാനാർത്ഥികളായി പോയാൽ ഇപ്പോൾ സുരേന്ദ്ര സ്ഥാനാർത്ഥി, രാജീവ് ചന്ദ്ര, വി മുരളീധരൻ സ്ഥാനാർത്ഥി, ഇപ്പോൾ PK കൃഷ്ണദാസ്, ഇവരെല്ലാവരും സ്ഥാനാർത്ഥി അടിക്കും. ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് MT രമേശിൻ്റെയും കുമ്മനത്തിൻ്റെയും പേര് ഇതുവരെ എങ്ങും വന്നിട്ടില്ല. ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കളെ എല്ലാം കൂടി അവരായിരിക്കും ഇനി ഇലക്ഷൻ്റെ ചുമതല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. VV രാജേഷ് അടക്കം വെളിയിൽ നിൽപ്പുണ്ടല്ലോ, മേയറാണല്ലോ. അതെ. അപ്പം അങ്ങനെ ഒരു ഇതിലേക്കായിരിക്കും ഏറ്റവും പ്രധാനം ഇലക്ഷൻ നയിക്കുക എന്നുള്ളതാണ്. PS ശ്രീധരൻപിള്ള ആയിരിക്കും മിക്കവാറും ഇത്തവണത്തെ ഇലക്ഷൻ്റെ ചുക്കാൻ പിടിക്കുക എന്ന് തോന്നുന്നു. പക്ഷെ അതിനിടയ്ക്ക് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുമെന്നൊക്കെ ഒരു പറച്ചിൽ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനി ഒരു അത്തരം കാര്യങ്ങളിൽ നീക്കുപോക്ക് BJP നടത്താൻ സാധ്യത. എന്തായാലും എല്ലാ മുന്നണികളിലും ഇപ്പം നിലവിൽ അതിരൂക്ഷമായിട്ടുള്ള പടലപ്പിണങ്ങങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇനിയിപ്പം 26 കഴിയുമ്പോൾ നമുക്കറിയാം എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കും.